ഹായ്. ശരിക്കും ഈ വെക്കേഷൻ വീട്ടിലിരുന്ന് മടുത്തല്ലേ? എന്നാൽ ഈ വെയിലത്ത് പുറത്തിറങ്ങാന്ന് പറ്റുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. വയനാട് ഊട്ടിയൊക്കെ പോവാന്ന് വലിയ പ്ലാനിട്ട് കരിഞ്ഞുണങ്ങി വരുമെന്ന ഒറ്റ റീസൺ കൊണ്ട് ഞങ്ങൾ ചൂസ് ചെയ്തു ഫറൂഖുള്ള PWD റെസ്റ്റ് ഹൗസ്. എന്നാൽ ഇവിടെ വന്നപ്പോൾ ശരിക്കും ഞങ്ങളെ വണ്ടറടിപ്പിച്ചു. ഇത്ര കുറഞ്ഞ റേറ്റിൽ ഇത്ര അടിപൊളി റൂം സ്വപ്നത്തിൽ കൂടെ കാണാൻ പറ്റില്ല. നല്ല അടിപൊളി ബെഡ് സ്പേസ്, റൂമാണെങ്കിലോ നീറ്റ് ആൻഡ് ക്ലീൻ, കസേരയും ടേബിളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ഫുഡൊക്കെ കഴിക്കാൻ സുഖമായി. റൂമിൽ നമ്മുടെ ഡ്രസ്സൊക്കെ ഒതുക്കി വെക്കാൻ ഒരു കുഞ്ഞ് അലമാരയും അലമാരയോടൊപ്പം ചേർന്ന് ഒരു TV യൂണിറ്റും. PWD റെസ്റ്റ് ഹൗസ് ഒഫീഷ്യൽ വെബ്സൈറ്റിലൂടെയാണ് ഞങ്ങൾ ഈ റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഗവൺമെൻറ് എംപ്ലോയീസിനും പൊതുജനങ്ങൾക്കും ഇവിടെയുള്ള റൂമുകളൊക്കെ അവൈലബിൾ ആയിട്ടുണ്ട്. AC റൂമിന് ഒരു ദിവസത്തേക്ക് ഞങ്ങൾക്ക് ചാർജ് ആയിട്ടുള്ളത് വെറും 1000 രൂപയായിരുന്നു. ആ ഒരു റേറ്റിന് ഇത്രയും നീറ്റായിട്ടുള്ള റൂം കിട്ടുക എന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണല്ലേ. ഇവിടുത്തെ ബാത്റൂമിൻ്റെ കാര്യമൊക്കെ പറയുകയാണെങ്കിൽ നല്ല വൃത്തിയുള്ള വലിയ ബാത്റൂമായിരുന്നു ഉണ്ടായിരുന്നത്. ഇനിയിപ്പോൾ കുളിക്കാൻ ചൂടുവെള്ളം വേണമെന്നുള്ളവർക്ക് അതും ഈ റൂം കിട്ടുന്നുണ്ട്. ഇനി ഈ റൂമിൻ്റെ പുറത്തേക്ക് പോയി നോക്കാം. ഈ കാണുന്ന റോഡാണ് കോഴിക്കോട് നിന്നും രാമനട്ടരിക്ക് പോകുന്ന റോഡ്. ഫറൂഖ് പാലത്തോട് ചേർന്നിട്ടാണ് നമ്മുടെ ഈ ഗസ്റ്റ് ഹൗസ് ഉള്ളത് കേട്ടോ. നമുക്കിവിടെ ഒരു ലൈബ്രറി സ്പേസ് കാണാൻ പറ്റി. വായിക്കാൻ ബുക്കൊന്നും ഇവിടെ ഇല്ലെങ്കിലും കുറച്ചു നേരം കാമായി വായിക്കാൻ പറ്റിയ ഒരു സ്പേസ് തന്നെയാണിത്. ഇവിടെ വരുന്ന ആൾക്കാർക്കൊക്കെ ഭക്ഷണം കഴിക്കാനായി ഒരു കുഞ്ഞ് ക്യാൻറ്റീൻ കൂടെ ഇവിടെ കാണാൻ പറ്റി. ഇവിടെ താമസിക്കുന്നവരും പുറത്തു നിന്നുള്ളവരെല്ലാം ഇവിടെ വന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളും ട്രൈ ചെയ്തു ഇവിടുത്തെ വെള്ളാപ്പവും മുട്ട റോസ്റ്റും. PWD ഗസ്റ്റ് ഹൗസിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു റിവർ വേൾഡ് എന്ന് പറയുന്ന ഒരു കുഞ്ഞ് പാർക്ക് കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. പണ്ട് യൂണിവേഴ്സിറ്റി പഠിക്കുമ്പോൾ ബസ് പോകുമ്പോൾ ഒക്കെ ഈ പാർക്ക് ഞാൻ എപ്പോഴും കാണാറുണ്ടായിരുന്നു. ഇന്നിപ്പോൾ ഇവിടെ വന്നപ്പോൾ ഈ ഒരു വൈകുന്നേരം ഫാമിലിയും കുട്ടികളൊക്കെ ആയിട്ട് ഒരുപാട് പേരുണ്ടായിരുന്നു. ഇവിടെ കുഞ്ഞു കുട്ടികൾക്കൊക്കെ ആയിട്ട് ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. ഞങ്ങളിവിടെ വന്ന് പുഴയോട് ചേർന്നുള്ള ഒരു കുഞ്ഞി കഫ്റ്റീരിയയിലിരുന്ന് ഒരു ചായയൊക്കെ കുടിച്ച് സമയം സ്പെൻഡ് ചെയ്തു. ഇനിയിപ്പോൾ വലിയ ആൾക്കാർക്കാണെങ്കിലോ സിപ്പ് ലൈൻ, കേബിൾ കാർ, സ്പീഡ് ബോട്ട്, കയാക്കിംഗ് ഇതെല്ലാം നമുക്ക് ഈ പാർക്കിൽ വന്നാൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. പിന്നെ ഞങ്ങൾ നേരെ വിട്ടത് ചാലിയം ബീച്ചിലേക്കാണ്. വൈകുന്നേര സമയത്ത് ആ ബീച്ചിലെ കാറ്റൊക്കെ കൊണ്ട് കുറച്ച് നേരം അവിടെ ഇരിക്കുക എന്ന് പറയുന്നത് അത്രയും സുഖമുള്ള കാര്യം വേറെയില്ല. അതോടൊപ്പം കുറച്ച് മഴക്കാറ് കൂടി ആയപ്പോൾ ആ കാറ്റിൻ്റെ തണുപ്പൊക്കെ അടിപൊളിയായി മാറി. കുറേ നേരം കഥ പറഞ്ഞും കടൽ നോക്കിയിരുന്നും സമയം പോയത് അറിഞ്ഞതേയില്ല. ഞങ്ങൾ കൂടാതെ ഒരുപാട് ഫാമിലീസും ഫ്രണ്ട്സൊക്കെ അവിടെ ഉണ്ടായിരുന്നു. എല്ലാവർക്കും വൈകുന്നേരത്ത് കുറച്ച് നേരം ഒരുമിച്ച് വന്നിരിക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണിത്. പണ്ടേ ഞാൻ പഠിക്കുന്ന സമയത്തൊക്കെ ഇവിടെ വന്ന് ഒരുപാട് ദിവസങ്ങളിൽ ഇങ്ങനെ കഥ പറഞ്ഞിരിക്കാറുണ്ടായിരുന്നു. ചാലി ഇപ്പം വൻ സെറ്റപ്പ് ആയിട്ടോ. നമ്മൾ ഈ വീഡിയോ കാണുന്നത് പോലെ ഒരുപാട് കടകളൊക്കെ ഇവിടെ ഇപ്പം ഉണ്ട്. പച്ചത്തുള്ളൻ മീലിമുട്ട ഇലപ്പേനോ അകലെ